ഗൈസ് ഒരുത്തിനോട് ഭയങ്കര കരച്ചിലാണ്. ഇത് കരുന്നത് പറ എന്ത് നമ്മള് മുപ്പിന് മുടിയെടുക്കാൻ എടുത്ത കുറ്റി പുറത്താ കൊല്ലം മാറ്റി 30 കൊല്ലായിട്ട്. ഗൈസ് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാൽ നമ്മളിന്ന് കൊച്ചിക്ക് പോകുന്ന കുറേ പ്രിപ്പറേഷൻ കാര്യം മൊത്തം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു ചെറിയ ചുണ്ണി വ്ളോഗാണ്, അത് മറക്കാൻ വന്നിട്ട് കൂടിയുണ്ട്. അപ്പോൾ നേരെ ഞാൻ അങ്ങോട്ട് പോകുന്നത് മുടിയെടുക്കാതെ പോകാണ്ട്. നീ എടുക്കുന്നോ ഇന്ന് റെഡി ഓനും വ്ളോഗ് എടുക്കുന്നത് ഗൈസ്. അപ്പോൾ അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ മൊത്തം പോകുന്ന കാണിച്ചൊക്കെ കുടിക്കാണ്ട് വന്നാണ് നമ്മളെ പക്ഷെ നമുക്ക് പാണ്ടറിഞ്ഞു എന്ത് കഥ അറിയില്ല, നമുക്കൊന്നുമില്ല. അവൻ്റെ ഈ കോല വലുത്തോലും അതൊന്നുമില്ല. എന്തായാലും അങ്ങനെ ലൈംസോളൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ബസ്സൊക്കെ ഇറങ്ങി ഒരു ചെക്കൻ പോയി മുടിക്ക് കളറിലടിച്ച് ആരാന്ന് നമ്മളെ മോഡലിങ്ങിന്റെ മെയിൻ ആള് സൂഫേജ് വേറെ ആര്. അപ്പൊ നമ്മള് മുപ്പിന് മുടിയെടുക്കാൻ വന്നതാണ്. ഇപ്പൊ കാനങ്ങാട് ഓണിക്ക് ഒറ്റക്ക് മുടിയെടുക്കാൻ നമ്മള് ഇത്ര 14 കിലോമീറ്റർ വണ്ടിയിലെ വന്നതാണ്. എന്താ പറയാ ഇത് പിന്നെ എപ്പോഴും മാസ്ക് ഇട്ടിട്ടുണ്ടാവും. അപ്പൊ കട്ടാക്കുന്നുണ്ട് ഗൈസ്. ഇതാ 7 ഇന്ന് കൊച്ചിക്ക് വന്ന ചെക്കൻ പാറടി. ഓ ഞാൻ പറഞ്ഞ പോലെ എടുത്തായി മുമ്പ് കുറച്ച് ഷോർട്ട് ആക്കണം, എന്നാലും എനിക്ക് മജ്ജയുണ്ടാവും. ഓക്കെ തുമ്മാ നാം ക്യാ? മുഹമ്മദ് റഹീംസാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു 10 കൊല്ലം മാറ്റി 30 കൊല്ലായിട്ട്. ബാക്കി എപ്പോ കണ്ടി ഇങ്ങനെ കുടിക്കണോ? दस नहीं है 30. कितना 30 साल का तो मैं भी नहीं हूँ. फोन के ना अത്ര വയസ്സില്ല. ഇതൊക്കെ ബാക്കിലൊക്കെ കോയിന്റെ തല പോലെ ഉണ്ട്. അപ്പൊ എന്താ വെച്ചാല് ബാർബർ ഷോപ്പില് അടിയൊക്കെ ഉണ്ടാക്കിയ മെയിൻ താരാന്ന് ഭാഗിനെ കൊണ്ട് ഫുള്ള് തല്ലാക്കിയതാ. ഇത് പറയത്തിലാണ് അങ്ങനെ അവിടെ ഫുള്ള് പ്രശ്നമായി. ഒരു ചായ കുറിച്ച് നേരെ പോയത്. അപ്പൊ ഇനി മൊത്തം രാത്രി മൊത്തം കണ്ടത്. ഓക്കെ ഇതണ്ട ചന്തിയോന്റെ എന്ത് പോയ അപ്പൊ എല്ലാം ശരി മൊത്തം രാത്രി എഴുതായിരിക്കും. ഇത് കൊച്ചിക്ക് വണ്ടി ടൈമായി. അപ്പൊ എന്തായാലും വന്ന് ഫുൾ ചിൽഡായിരിക്കും. അപ്പൊ ഇതെല്ലാം ഡ്രസ്സിങ് ആക്കാണ്ട് അപ്പോൾ നമുക്ക് കാണിച്ചാൽ ഓക്കെ. എന്തൊക്കെ വന്നാലും മൂത്ത നമ്മളെ ടൈമായി, നമുക്ക് നേരെ കൊച്ചിക്ക് പോവാം. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്ന് അവൻ എന്നെ എടുത്ത് നേരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന ടൈമിൽ ഒരു ചായം കുടിച്ച് നമ്മൾ പിരിഞ്ഞത് കേട്ടോ. ഓക്കെ ഇത് ഒരുത്തിനോട് പൈസ ഉണ്ട് നമുക്ക് ഓൻ്റെ മല്ലാണ് 6 വണ്ടിക്ക് എടുത്തോ. ഓക്കെ ഫുള്ള് പൈസ ഉണ്ടെങ്കിൽ കൊണ്ടുവരണം. കണ്ട ഏടുന്നേ കുറേ ഉണ്ടല്ലോ എവിടെ കട്ട കണ്ടാ കുട്ടിയായിരുന്നു. ആ പൈസ നമുക്കൊരു വിഷയമല്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കും പൈസ വേണമെങ്കിൽ എന്താക്കാ അറിയോ, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. അഞ്ചെന്താക്കാരം കമന്റ് ബോക്സിൽ ഒരു ഹാർട്ടിന്റെ ഒരു ഇമോജി ഇടാം. എന്നിട്ട് അതിന് നമ്മൾ ഒരാൾ സ്ഥലത്താക്കിയിട്ടല്ലേ നമ്മൾ 2000 രൂപ അപ്പം തന്നെ സ്പോട്ടിൽ കൂട്ടിയാക്കി നമുക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഈ സ്ഥലത്ത് എന്താ സംഭവിക്കുന്നത് മനസ്സിലാവും. അതായത് നമ്മൾ കൊച്ചിക്കല് പോകുന്നില്ല. അപ്പോൾ കുറേ പെണ്ണുങ്ങൾ നോക്കാൻ വേണ്ടി കുറേ കൂളിംഗ് ഗ്ലാസ് തപ്പുന്ന പരിപാടി നടത്തുന്നത്. പിന്നെ അതിന് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വാങ്ങി റിക്ഷയിൽ കയറി നേരെ പോകുന്ന റെയിൽവേ സ്റ്റേഷനിലൊക്കെ വേറെ ഒന്നുമല്ല. ഇനി അവിടെ പോയി കുറേ ടൈം കുത്തിരിക്കാണ്ട് അങ്ങനെ കുറേ പരിപാടി മൊത്തം കുറേ അത്രയും പരിപാടി ഉണ്ട്. അപ്പോൾ ഈ ഒരു വ്ളോഗ് കാരണം കുറച്ചധികം ലെങ്ത് കൂടി വ്ളോഗ് ആയിരിക്കും. ക്ഷമിക്കെല്ലാവരും മാക്സിമം വാച്ച് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ പിന്നെ ലൈക്കും സബ്സ്ക്രൈബ് അതൊക്കെ അടിക്കാൻ മാർക്കില്ല, എല്ലാം അടിച്ച് പൊടിച്ച് തെറിപ്പിച്ച് വെച്ചേക്കല്ലോ. ഓക്കെ ഫ്രണ്ട്സ്. ഇപ്പം അങ്ങനെ മൊത്തം റിക്ഷയിൽ കയറി റിക്ഷയിൽ കുറേ പരിപാടി ഉണ്ട്. റിക്ഷയിൽ എന്തൊക്കെയോ കളിച്ചു കൂട്ടി. അങ്ങനെ അവസാനം റിക്ഷയിലെത്തി റിക്ഷയല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അങ്ങനെ അവിടെ ഇറങ്ങി കുറേ പരിപാടി മൂത്ത് അങ്ങനെ പൈസ കൊടുത്ത് കയറി അകത്തേ കയറിയപ്പോൾ ടി പൊക്കി ടിക്കറ്റ് എടുത്തിട്ട് അല്ല എങ്ങനെയുണ്ട് പറ്റില്ല. ഓക്കെ അച്ചു എങ്ങനെയുണ്ട് പുള്ളിയല്ലേ ഒന്നും തെറ്റില്ലതാ ആയിക്കോട്ടെ. നമ്മള് കാസർഗോഡ് ബാർബർ ഷോപ്പിലുള്ള ബാർബർ ഷോപ്പിന്റെ ബോർഡ് മൊത്തം കാണിച്ചിട്ട് ചെറിയൊരു പ്രൊമോഷൻ ആണോ അവർക്ക്. ദിസ് ഈസ് എ ബാർബർ ഷോപ്പ്. ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ നമുക്ക് അടിപൊളി ഭയങ്കര കാഴ്ചയാണ്. ഇവിടെ നമ്മളെ ഭായിമാരും ഈ സംഭവമൊക്കെ ചെയ്യുന്നത് കേട്ടോ. भाई तुम्हारा नाम क्या है? बिल्लू. अच्छा ഫേസ് അടിപൊളി ശരിയല്ലേ. എന്തിൻ്റെ പേരെന്ത്? ഫേഷ്യൽ ആ സാധനം. ഇപ്പം
ആൾക്കാരുണ്ട് ബാക്കിൽ സൗണ്ടൊക്കെ മുട്ട ഓനെ ഫേഷ്യൽ അവസാനം നമുക്ക് കാണാം ഇപ്പം ഇങ്ങനെ ഉണ്ട്. ഓക്കെ ഇനി ഫേഷ്യൽ ചെയ്ത് നമുക്ക് ഇതിൻ്റെ അവസ്ഥ എന്ത് നമുക്ക് നോക്കാം. ഓക്കെ ഞാനും എന്താക്കുന്നില്ല, ഞാൻ വെറുതെ ഇവിടെ നോക്കാൻ വേണ്ടി വന്നേ. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ ചുമ്മാ കളിക്കാണ്ടാണ്. ചിക്കനൊക്കെ ഫ്രീ എന്താ ചെക്കൻ്റെ ഫേഷ്യൽ കൊച്ചിക്ക് പോകുന്ന രാത്രി നടക്കുന്ന സംഭവമാണ് ഇത് മൊത്തം. ഇതുവരെ പോയില്ല. ഇപ്പോഴും ബാർബർ ഷോപ്പിലാണ് ഈ ഒരുത്തിന് ബാർബർ ഷോപ്പിലാണ് മൊത്തം ട്രെയിൻ കയറ്റി മൊത്തം. ഫ്രണ്ട്സ് അപ്പോൾ ഈ സ്ഥലത്ത് വേറെ സംഭവം ഉണ്ട്. എന്താ വെച്ചാൽ ബായുടെ മോട്ടറാക്കി യൂട്യൂബ് ചാനലിൻ്റെ യൂട്യൂബ് വീഡിയോ ഒക്കെ പറഞ്ഞ് മോട്ടറാക്കി റേറ്റ് കുറച്ചിട്ട് ഈ ഒരു സംഭവം ചെയ്തിട്ട് കഴിച്ചത്. അതുകൊണ്ട് ബായുടെ കുറേ ക്ലിപ്പ് യൂട്യൂബിൽ കാണുമല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കുറേ വീഡിയോസ് എടുത്ത് കൂട്ടിയത്, വേറെ ഒന്നുമല്ല കേട്ടോ. നമുക്ക് മൊത്തം ഒരു ട്രെയിനിൽ കയറ്റില്ല മുറേ കാഴ്ച മൊത്തം കാണിച്ചതാണ്. അപ്പോൾ എന്താ വെച്ചെങ്കിൽ നമ്മൾ ബായ് വരുന്നത് 1000 ആൾക്കാരുടെ ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ഷെയർ ആക്കാനുള്ള വീഡിയോ പ്രൊമോഷൻ. അല്ലാണ് മൊത്തം സത്യം പറയാം, മൊത്തം സീനാണ് കാര്യം. റേറ്റ് പറയുന്നത് എല്ലാം മൊത്തം സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാക്കി ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട് ബിലു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും മാക്സിമം പറ്റുമെന്ന് പോയി ഫോളോ ചെയ്യാൻ മൊത്തം മച്ചാൻ സീന ഒന്നും പറയല്ല, വെറൈറ്റി വൈബ്, നമ്മൾ തന്നെ വൈബാട്ടോ സീന. അതായത് ഗൈസ് ബാത്റൂമിൽ കുറേ കളികളൊക്കെ കളിച്ചു അവസാനം ട്രെയിൻ വന്നത്. നമ്മളെ ട്രെയിനിൽ എവിടെ പോകുന്ന ഏത് പോകുന്ന ട്രെയിൻ കഴിച്ചാൽ പിന്നെ പണ്ടാടങ്ങ് എന്താ വെച്ചാൽ മൊത്തം വൻ ടയർഡ് അത്രയും ടയർഡ്. ഫൈനലി ഗൈസ് നമ്മൾ ട്രെയിൻ വന്ന് ട്രെയിനിൽ പിന്നെ കുറച്ച് കൂട്ടം എടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് കുറ്റിപ്പുറം എത്തിയിട്ട് നമുക്ക് കാണാം. ഓക്കെ നമ്മള് കുറ്റിപ്പുറത്തിയിട്ടുണ്ട്. അപ്പൊ നീണ്ട 4-5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷമാണ് കുറ്റിപ്പുറത്ത്. തിരക്ക് എന്നല്ല പറഞ്ഞാൽ അമ്മാതി തിരക്കിന് കുറേ കൂട്ടും കൊച്ചിക്ക് പോയി ഇത് ട്രെയിന്. പക്ഷെ ഇങ്ങനത്തെ ഒരു തിരക്ക് ഞാൻ ഇതായിട്ട് കണ്ടിട്ടാ. എന്തോ തിരക്ക് പോയി ഇതാണ്ട് കാടെല്ലാം നോക്കി ചവിട്ടിട്ടിട്ട് ഞാൻ ആരെല്ലാം ഉണ്ടായി ഫുള്ള് ബാഗ് പൊട്ടിച്ചാണ് ഇപ്പോൾ കെട്ടിച്ചെല്ലാം വെച്ചിട്ടുണ്ട്. രാത്രി ട്രെയിനിൽ ശ്രദ്ധിച്ചു വന്നു ഇങ്ങനെല്ലാം ഉണ്ട്. ഫൈനലി ഗൈസ് അങ്ങനെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ഇതാണ് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ കുറേ കളികളും കുറേ എന്തൊക്കെയോ കളിച്ച് കൂട്ടിട്ട് അത് കാണിക്കാൻ പറ്റിയില്ല. സോറി കുറ്റിപ്പുറ ഇത് 6 മണിക്കാ ചാടി ബസ് കൊല്ല. അത് വേറെ ഭയങ്കര കരച്ചിലാണ്. നമുക്ക് എന്താന്ന് ചോദിക്കാം. എടാ ഇപ്പൊ എന്ത് കാര്യം എന്ത് പറയാ എന്ത് കുറ്റിപ്പുറത്താ കുറ്റിപ്പുറത്തെ മുട്ട ചെറുത് അത് നമ്മൾ കൂട്ടിക്കണ്ടേ കൂട്ടിക്കണ്ടേ അവർ കൂട്ടിക്കാം. അത്രേ ഉള്ളതാ വലിയ മുട്ടോണി കിട്ടിയത്. വലിയ മുട്ട കുറച്ച് കുറേ കടിക്കണ്ട കുറ്റിപ്പുറം കടിക്കൽ രാവിലത്തെ.